ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത് എങ്കിൽ അവൾ ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. ആ ഒരു 6 കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവൾ ആ കാര്യം അവളുടെ ഫാമിലിയിലുള്ള എല്ലാവരോടും ഓപ്പണായിട്ട് സംസാരിക്കും. അതേപോലെ തന്നെ റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഓപ്പണായിട്ട് അവൾ സംസാരിക്കും എന്നതാണ്. പൊതുവെ ഈ കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് പറയാൻ കുറച്ച് മടിയുണ്ടാവും. എന്നാൽ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പ്രണയിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവൾ ഈ കാര്യങ്ങൾ എല്ലാവരോടും ഓപ്പണായിട്ട് പറയും എന്നതാണ്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കല്യാണക്കാര്യം. നിങ്ങൾ കല്യാണം കഴിക്കുന്നതും നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നതും, അതിപ്പോൾ ആൺകുട്ടികൾ വേണോ പെൺകുട്ടികൾ വേണോ തുടങ്ങി നിങ്ങളുടെ മക്കളെ വിട്ട് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വരെ അവർ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ആ ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാഡ് ക്യാരക്ടറാണ്. അതായത് നിങ്ങളുടെ എന്തെങ്കിലും ചീത്ത സ്വഭാവം. ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ എന്നും പുകവലിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മാസത്തെ ഒന്നെങ്കിലൊക്കെ മദ്യപിക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം ആ ഒരു പെൺകുട്ടി ഈ കാര്യം നിങ്ങളിൽ നിന്നും എടുത്തു കളയാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും എന്നതാണ്. അതിനു വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കും. അങ്ങനെ പല കാര്യങ്ങൾ അവൾ ചെയ്യും. ഈ ദുശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ പുറകെ നടന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ദുശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു, ആ ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്രണയിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ കയറി ആരും അഭിപ്രായം പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. എന്നാൽ ചില പെൺകുട്ടികളുണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളും, അതായത് എന്ത് കാര്യങ്ങൾ ലൈഫിലുണ്ടായാലും നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവരൊരു ഡിസിഷൻ എടുക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്രണയിക്കുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആവശ്യമാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ പറയാം. അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ആ പേജിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിനാൻസ് ആണ്, സാമ്പത്തികം. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പാടോ ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി നിങ്ങളെ വന്ന് സഹായിക്കുകയാണ്. അതായത് ഇപ്പോൾ അവളുടെ ഗോൾഡ് എന്തെങ്കിലും പണയം വെക്കാൻ വേണ്ടി തരിക, അല്ലെങ്കിൽ അവളുടെ കയ്യിലിരിക്കുന്ന പൈസ സേവിങ്സ് നിങ്ങൾക്ക് എടുത്തു തരിക. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ആ ഒരു പെൺകുട്ടി ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ പ്രണയിക്കുന്നത്. പിന്നെ ചില ആളുകളുടെ സംശയമാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പെൺകുട്ടികൾ ഈ കാലത്ത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ പെൺകുട്ടികൾക്കും ഒരു സ്വഭാവമല്ലല്ലോ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. വേറെയൊന്നുമല്ല, കുട്ടികളെ കുറിച്ച് സംസാരിക്കുക എന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് മതി മക്കള്, അല്ലെങ്കിൽ പറയും നമുക്ക് ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് മതി മക്കള്. ആദ്യത്തെ കുട്ടി പെൺകുട്ടി ആയിരിക്കണം, രണ്ടാമത്തെ കുട്ടി ആൺകുട്ടി ആയിരിക്കണം. നമുക്ക് 2 മക്കൾ മതി, അല്ലെങ്കിൽ നമുക്ക് ഒരു 3 മക്കൾ മതി, 2 ആൺകുട്ടി 1 പെൺകുട്ടി. പിന്നെ അവർക്ക് എന്ത് പേരിടണം, അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി പേര് മിക്സ്ഡ് ആക്കിയിട്ടുള്ള പേരുകളൊക്കെ കണ്ടുപിടിക്കുക. ഇനി അവരെ ഏത് സ്കൂളിലാണ് ചേർക്കേണ്ടത് തുടങ്ങി ഇങ്ങനെ ഒരു കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടി ആരെപ്പോലെ ഇരിക്കണം. ഇപ്പം നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ അവരെ പോലെ നിങ്ങളുടെ കണ്ണായിരിക്കണം, നിങ്ങളുടെ മുടിയായിരിക്കണം. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയെ പോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത്. അവൾക്ക് അത്ര ഇഷ്ടമാണ് നിങ്ങളെ. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ടീവ് ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്, ആ ഒരു സമയം മറ്റുള്ളവരുടെ ഒപ്പം കൂടി നിങ്ങളെ കളിയാക്കാതെ നിങ്ങളെ കൈ പിടിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ ഉറപ്പിച്ചു, ആ ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത്. അതായത് ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം മൂലം നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയാണ്. ആ ഒരു സമയം നിങ്ങളുടെ വീട്ടുകാരൊക്കെ നിങ്ങളെ കുറ്റം പറയുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ നിങ്ങളെ കളിയാക്കുകയാണ്.
എന്നാൽ ആ ഒരു പെൺകുട്ടി മാത്രം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. ഇതിലും നല്ല ജോലി നിങ്ങൾക്ക് കിട്ടും. ആ പോയ കാര്യമൊക്കെ പോട്ടെ. ഇനി നിങ്ങൾ ബാക്കിയുള്ളത് എന്താണോ നന്നായിട്ട് ട്രൈ ചെയ്യുക. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി നിങ്ങൾക്ക് ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ആ ഒരു പെൺകുട്ടി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. ഈ പറഞ്ഞ 6 കാര്യങ്ങളൊക്കെ അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.